കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ ആരാധിക്കുകയും അതിലൊരു വീഴ്ച വന്നാൽ വിമർശനങ്ങളുടെ ശരങ്ങൾ ചെയ്യുന്നവരുമാണ് ആരാധകർ. എന്നാൽ അതിനൊപ്പം തന്നെ കളിക്കാരുടെ വ്യക്തി ജീവിതത്തിലേക്കും ആരാധകരുടെ കണ്ണു പതിയാറുണ്ട്. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഇക്കാര്യത്തിൽ ഒരുപോലെ തന്നെ. ക്രിക്കറ്റ് ഒരു മതമായ ഇന്ത്യയിൽ ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പം തന്നെ അവരുടെ പാർട്ട്നേഴ്സും സോഷ്യൽ മീഡിയയിൽ താരങ്ങളാവാറുണ്ട്. എന്നാൽ പലപ്പോഴും താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഒരു ഇടിച്ചുകയറലായി അത് മാറാറുണ്ട്. മുഹമ്മദ് ഷമിയുടെ വിവാഹമോചന കേസ്, വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും തമ്മിലെ വിവാഹം എന്നിവയിലെല്ലാം നമ്മളിത് കണ്ടിട്ടുണ്ട്. അടുത്തിടെ സ്മൃതി മന്ദാനയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. എന്നാൽ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കെല്ലാം മന്ദാന തന്നെ വിരാമം വിട്ടിരിക്കുന്നു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഓപ്പണർമാരിൽ ഒരാളാണ് സ്മൃതി മന്ദാന. വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതടക്കം പല റെക്കോർഡുകളും സ്മൃതിയുടെ പേരിൽ തന്നെ. 3 ഫോർമാറ്റുകളിലും ഇന്ത്യൻ വനിതാ ടീമിലെ കീ പ്ലെയറായ മന്ദാനയ്ക്ക് ഏറെ ആരാധകരാണുള്ളത്. താരത്തിന്റെ പ്രകടനങ്ങൾക്കൊപ്പം തന്നെ വ്യക്തിജീവിതവും പലപ്പോഴും ചർച്ചയാവാറുണ്ട്. സംഗീത സംവിധായകനും ഗായകനുമായ പാലാഷ് മുച്ചലുമായുള്ള റിലേഷൻഷിപ്പും വിവാഹവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു. ലോകകപ്പ് നേടിയ അതേ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയുള്ള വിവാഹാഭ്യർത്ഥനയും ഏറെ കൗതുകമുണർത്തുന്നതായിരുന്നു. കഴിഞ്ഞ നവംബർ 23-നായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് അന്നേ ദിവസം സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസ് മന്ദാനയ്ക്ക് സുഖമില്ലാത്തതിനെ തുടർന്ന് വിവാഹം മാറ്റിവെച്ചെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. തുടർന്ന് ഇരുവരുടെയും വ്യക്തിജീവിതത്തെ സംബന്ധിച്ച് പല വാർത്തകളും പ്രചരിച്ചിരുന്നു. സ്മൃതി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്തതും റൂമറുകൾക്ക് ആക്കം കൂട്ടി. എന്നാൽ ഈ വിഷയത്തിൽ സ്മൃതിയോ പാലാഷോ പ്രതികരിച്ചിരുന്നില്ല. തുടർന്ന് വിഷമാവസ്ഥയിലോട്ട് കടന്നുപോകുന്ന സ്മൃതിയുടെ കൂടെ നിൽക്കുന്നതിനായി സുഹൃത്തും സഹതാരവുമായ ജെമിമ റോഡ്രിഗസ് ബിഗ് ബാഷ് ലീഗിൽ നിന്ന് പിന്മാറിയതും വലിയ വാർത്തയായിരുന്നു. ഇന്നലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം പ്രചരിക്കുന്ന റൂമറുകൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. പാലാഷുമായി നിശ്ചയിച്ചിരുന്ന വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായും ഇരു കുടുംബങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നുമാണ് താരം പറയുന്നത്. വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോയി ഇനി രാജ്യത്തിനായി കൂടുതൽ കിരീടങ്ങൾ നേടിക്കൊടുക്കണമെന്നാണ് തന്റെ ഏക ലക്ഷ്യമെന്നും താരം വ്യക്തമാക്കി. ഈ വിഷയത്തിൽ അടിസ്ഥാനരഹിതമായ റൂമറുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പാലാഷും പ്രതികരിച്ചിട്ടുണ്ട്. സ്മൃതിയും ഇന്ത്യൻ വനിതാ ടീമിനെയും കാത്ത് കൈനിറയ മത്സരങ്ങളാണ് കാത്തിരിക്കുന്നത്. ഡിസംബർ 21-ന് ശ്രീലങ്കയ്ക്കെതിരായ 5 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പര ആരംഭിക്കും. ഏകദിന ലോകകപ്പിന് ശേഷം ടീം കളിക്കാൻ പോകുന്ന ആദ്യ പരമ്പരയാണിത്. പരമ്പര ജയിച്ച് അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്ന വനിതാ T20 ലോകകപ്പിനുള്ള ഒരുക്കമായാണ് ഇന്ത്യൻ ടീം ഇതിനെ കാണുന്നത്. അതിന് പിന്നാലെ വുമൺസ് പ്രീമിയർ ലീഗിന് തുടക്കമാവും. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ കിരീടം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുങ്ങി തന്നെയാണ് സ്മൃതി നയിക്കുന്ന RCB. ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനും എതിരായ പരമ്പരകളും കൂടി കഴിഞ്ഞ ജൂണിൽ ഇംഗ്ലണ്ടിൽ വെച്ച് വനിതാ T20 ലോകകപ്പിന് തുടക്കമാവും. ഏകദിന ലോകകപ്പിന് ശേഷം T20 ലോകകപ്പ് കൂടി സ്വന്തമാക്കുക എന്ന ലക്ഷ്യമാണ് ഇനി ഇന്ത്യൻ വനിതാ ടീമിനുള്ളത്. ഇന്ത്യക്കായി T20യിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് സ്മൃതി. പവർ പ്ലേയിലെ അഗ്രസീവ് ബാറ്റിംഗിലൂടെ എതിരാളികളുടെ ബൗളിംഗ് പ്ലാൻ തന്നെ തകർക്കുന്ന സ്മൃതി നിലവിൽ ലോകത്തിലെ തന്നെ മികച്ച വനിതാ ഓപ്പണർമാരിൽ ഒരാളാണ്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന വനിതാ T20 ലോകകപ്പിൽ സ്മൃതിയുടെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാവും. അതിനാൽ ഉടൻ തന്നെ സ്മൃതി കളത്തിലേക്ക് ശക്തമായി തന്നെ തിരിച്ചു വരുന്നതിന് നമുക്ക് കാത്തിരിക്കാം.